എടത്തല ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സെമിനാറും ഇഫ്താർ സംഗമവും നവ്യാനുഭവമായി. സമൂഹത്തിൽ ലഹരി ഉൾപ്പെടെയുള്ള ജീർണതകൾക്കെതിരെ ഒറ്റക്കെട്ടായ പ്രതിഷേധമായി വേദി മാറി. എടത്തല രാജീവ് ഗാന്ധി സഹകരണ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി PV ശ്രീനിജൻ MLA ഉദ്ഘാടനം ചെയ്തു. മലയാളികളൊന്ന് പുനർചിന്തനം നടത്തേണ്ട ഒരു ആവശ്യമായി എനിക്ക് തോന്നുന്നു. എന്താണ് ലഹരി എന്നുള്ളത് പലപ്പോഴും നമ്മൾ നേരത്തെ വന്ന കാലഘട്ടമല്ല. ചേംബർ പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ MA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി MM അൽത്താഫ് സ്വാഗതം ആശംസിച്ചു. അങ്കമാലി ഭദ്രാസനാധിപൻ യൂഹാനോൻ മാർ പോളികോർപ്പസ് തിരുമേനി, യാക്കോബായ സഭ സെക്രട്ടറി ജേക്കബ് C. മാത്യു, ശരീഅത്ത് അക്കാദമി ചെയർമാൻ മൗലവി അബ്ദുൽ സലാം ഓണംപിള്ളി, അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ, ചേംബർ രക്ഷാധികാരി ബോബൻ മാളിയേക്കൽ, CPIM കോലഞ്ചേരി ഏരിയ സെക്രട്ടറി KK എലിയാസ്, എടത്തല പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രാജേഷ്, വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KM ഷംസുദ്ദീൻ, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൗൺസിൽ അംഗം K. രവിക്കുട്ടൻ, നൊച്ചിമ സേവന ലൈബ്രറി പ്രസിഡന്റ് PC ഉണ്ണി, പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. പെറ്റമ്മയുടെ നേരെ വാളോങ്ങിക്കൊണ്ട് നീ എന്നെ പ്രസവിച്ചത് എന്തിനെ എന്ന് വാൾ വീശണമെങ്കിൽ അവനിൽ നല്ല ആത്മാവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയും. ശ്രീനാരായണ ഗുരു ഏറ്റവും ശക്തമായി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ജാതിയുടെ കാര്യത്തിലാണ്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് ഗുരു പറയുകയുണ്ടായി. അതുപോലെ തന്നെ വളരെ ശക്തമായി പറഞ്ഞതാണ് മദ്യം അത് വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നുള്ളത്. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KS ഇബ്രാഹിം ലഹരി വിരുദ്ധ സെമിനാർ അവതരിപ്പിച്ചു. ലഹരിയുമായി ബന്ധപ്പെട്ടാണ് പ്രവാചകന്മാർ മതങ്ങളുടെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രമാണം നിങ്ങൾ ലഹരി ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ITC പെരിങ്ങാല പ്രിൻസിപ്പാൾ അംഹർ MS ഇഫ്താർ സന്ദേശം നൽകി. സണ്ണി പാലക്കാപ്പള്ളി, സിയാദ് TK, സുരേന്ദ്രൻ മോണിപ്പള്ളി, അസീർ എടത്തല, മനാഫ് എടത്തല, ഷൺമുഖൻ പുക്കാട്ടുപടി എന്നിവർ നേതൃത്വം നൽകി. രക്ഷാധികാരി ഹുസൈൻ കുന്നുകര നന്ദി പ്രകാശിപ്പിച്ചു. സീക്ക് ന്യൂസ് ആലുവ.